വിജയുടെ നമസ്കാരം. നമസ്കാരം. ഒരു വമ്പൻ അറ്റാക്ക് റഷ്യയെ ആക്രമിച്ചിരിക്കുകയാണ് യുക്രൈൻ എന്ന് പറയുന്നത്. അപ്പൊ യുക്രൈൻ എങ്ങനെ ഈ റഷ്യയെ ആക്രമിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് വലിയ ചോദ്യം എന്ന് പറയുന്നത്. കാരണം ഈ പല നെറേറ്റീവ്സും ഇപ്പൊ പുറത്തു വരുന്നത് റഷ്യ ഇനി ആക്രമിക്കേണ്ടത് യുക്രൈനെ അല്ല, യുക്രൈനെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളെ. അപ്പൊ നമ്മൾ പറയുന്നത് പോലെ കാര്യങ്ങൾ മാറുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് വാർത്തകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പല ആൾക്കാരും പറയുന്നത് യുക്രൈനെ സപ്പോർട്ട് ചെയ്യുന്ന ഡീപ് സ്റ്റേറ്റിനെയാണ് റഷ്യ ഇനി ആക്രമിക്കുന്നത്. ഈ വാങ്കോക്ക്, ദ റോക്ക് ഇങ്ങനെ പോലെയുള്ള അമേരിക്കയുടെ GDP-യെക്കാട്ടിലും വലിയ GDP ഉള്ള കമ്പനികൾ ഇവിടെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ ആക്രമിക്കണം റഷ്യ എന്നാണ് പറയുന്നത്. ഈ ആക്രമണം, അതായത് യുക്രൈൻ റഷ്യയെ ആക്രമിച്ചത് റഷ്യയുടെ ഡീപ്പ് ആയിട്ടുള്ള എയർബേസുകളിലാണ് ആക്രമിച്ചത്. 7 ബില്യൺ രൂപ, 7 ബില്യന്റെ നാശനഷ്ടം വന്നിട്ടുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു. പിന്നെ ഇതിൽ നിന്ന് ലോകത്തിന് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റഷ്യക്ക് പിടിച്ചു നീക്കാൻ സാധിക്കില്ല എന്നൊരു നെറേറ്റീവ് വരുന്നുണ്ട്. കാരണം ഇന്റലിജൻസ് ഫെയിലിയർ, കമാൻഡ് കൺട്രോൾ ഫെയിലിയർ, സെക്യൂരിറ്റി ഓഫ് ന്യൂക്ലിയർ ബേസസ്, ന്യൂക്ലിയർ വെപ്പൺസ് ആൻഡ് സ്റ്റോറേജ്, അത് വീക്കാണ്. പിന്നെ എയർ ഡിഫൻസ് ഫെയിലിയർ, ഇത്രയും കാര്യങ്ങൾ റഷ്യയിൽ വീക്കാണ് എന്ന് ഒരു നെറേറ്റീവ് കൊണ്ടുവരാൻ യുക്രൈൻ ഇപ്പോൾ സാധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷേ റഷ്യക്ക് ഇത് മറികടക്കണമെങ്കിൽ റഷ്യ വാണ്ട്സ് ടു ഡു സംതിങ് ബിഗ് എന്നാണ് പല ആൾക്കാരും പറയുന്നത്. അതുകൊണ്ട് ഓൾ ഐസ് ഓൺ പുടിൻ എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചോദിക്കുന്നു. പുടിൻ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. ഇപ്പോ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് President Vladimir Putin ordered the Strategic Missile Command to prepare the RS-26 ഓർഷനിക് മിസൈൽസ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഓർഷനിക് മിസൈലുകൾ തയ്യാറാക്കൂ എന്നാണ് പറയുന്നത്. ഈ ഓർഷനിക് മിസൈലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിമാരക പ്രഹരശേഷിയുള്ള ഒരു രാജ്യത്തെ പരിപൂർണമായിട്ടും നശിപ്പിച്ച് കളയാൻ ശേഷിയുള്ള മിസൈലുകളാണ്. അപ്പൊ നമ്മൾ പറയുന്ന പല കാര്യങ്ങളുണ്ട്. അതായത് യുക്രൈൻ റഷ്യ യുദ്ധം നടക്കുമ്പോൾ റഷ്യ അവരുടെ 100-1 ഒരു പൊട്ടൻഷ്യൽ പോലും യൂസ് ചെയ്തിട്ടില്ല എന്ന് നമ്മൾ പറയുമ്പോഴും ഓർഷനിക് മിസൈലുകൾ എടുക്കാൻ പറയുമ്പോൾ ഇത് ആർക്ക് നേരെയാണ് പ്രയോഗിക്കാൻ പോകുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇപ്പോഴത്തെ ജർമ്മനിയും ഫ്രാൻസും പോളണ്ടും തയ്യാറായി നിൽക്കുകയാണ് റഷ്യയായിട്ട് വലിയ രീതിയിലുള്ള യുദ്ധത്തിന്. ആ ഇടയ്ക്കാണ് ഇപ്പോ യുക്രൈൻ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം. അത് സ്പൈഡർ വെബ് എന്ന് പറയുന്ന ഒരു വർഷത്തിലേറെയായി വ്ളാദിമിർ സെലൻസ്കി തന്നെ നേരിട്ട് മേൽനോട്ടം കൊടുത്ത ഒരു യുദ്ധതന്ത്രമാണ് അവിടെ ഇവർ അപ്ലൈ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് വലിയ ക്ഷീണം റഷ്യക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഇസ്താംബുളിൽ വെച്ച് ഇവരെ ചർച്ച നടത്തി ഇവർ ഈ യുദ്ധം അവസാനിപ്പിക്കും എന്ന ശുഭാപ്തി വിശ്വാസത്തിലിരുന്ന, അല്ലെങ്കിൽ ഒരു ഒപ്റ്റിമിസ്റ്റിക് ഫീൽഡിലിരുന്ന നമ്മുടെ ലോകരാജ്യങ്ങൾക്കെല്ലാം വലിയ തിരിച്ചടിയായി പോയത്. അപ്പോൾ ഇത് വലിയ രീതിയിലുള്ള ഒരു ആക്രമണത്തിലേക്ക് പോവുകയാണ്. ഈ ഓർഷനിക് മിസൈലുകൾ റഷ്യ പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഒരു 3-ാം ലോക മഹായുദ്ധം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിന്റെ ഇടയിൽ വേറൊരു സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ വരുന്നത് റഷ്യ ഇപ്പോൾ ഇന്ത്യയുടെ സഹായത്തോടു കൂടി അവരുടെ തന്ത്രപ്രധാനമായിട്ടുള്ള ആയുധങ്ങൾ ഇന്ത്യയിലേക്ക് മാറ്റാനുള്ള ഒരു നീക്കം നടത്തുന്നുണ്ടോ എന്നും ലോകരാജ്യങ്ങൾ ഇപ്പോൾ സംശയിക്കുന്നുണ്ട്. എന്താണ് തോന്നുന്നത്? എന്താണ് വിലയിരുത്തൽ? അതായത് ഈ യുദ്ധം അവസാനിക്കും, ഇസ്താംബൂളിലെ ചർച്ചയ്ക്ക് ശേഷം ഏകദേശം ഒരു വെടിനിർത്തലെങ്കിലും എത്തുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത് ഇടയ്ക്കാണ് ഈ ഉക്രൈൻ്റെ ഒരു വലിയ വാർ. ഇപ്പോൾ ശ്രദ്ധേയമായ ഒരു കാര്യം, ഇന്നലത്തെ ആ ഒരു 117 ഡ്രോണുകൾ ആയിരുന്നു ഉപയോഗിച്ചത്. ആ ഡ്രോണുകൾ ഉപയോഗിച്ച് ഇന്നലെ നടത്തിയ ഇവരുടെ എയർബേസുകൾ തകർക്കുന്ന ആ ഒരു സംഭവത്തിൽ റഷ്യയെ സംബന്ധിച്ച് അവരുടെ 34% മിസൈലുകളും വിമാനങ്ങളും തകർന്നു. അത് റഷ്യയെ സംബന്ധിച്ച് അതൊരു വലിയ സംഭവമാണത്. അതുകൊണ്ട് തന്നെ പുടിൻ ഒരു വലിയ തിരിച്ചടിക്ക് ഒരുങ്ങുന്നു എന്നുള്ള വാർത്ത ചൂട് പിടിക്കുന്നു എന്ന് മാത്രമല്ല, ഞാൻ ഈ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഇന്റർനാഷണൽ മീഡിയാസ് നോക്കുമ്പോൾ ജർമ്മനിയുടെ ചാൻസലർ ഒരു മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു നാറ്റോ രാജ്യങ്ങൾക്ക്, തയ്യാറായിരിക്കൂ, ഇനി പുടിൻ ഉക്രൈന് നേർക്കായിരിക്കില്ല, നമ്മുടെ നേർക്കായിരിക്കും, അതുകൊണ്ട് നിങ്ങൾ തയ്യാറെടുക്കൂ എന്ന് പറയുന്നു. രണ്ടാമത്തേത്, എല്ലാവരും നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് ഉക്രൈൻ കഴിഞ്ഞാൽ പുടിൻ ലിത്വാനിയയിലേക്ക് നീങ്ങും എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. 2029 നാറ്റോ സഖ്യത്തിനെതിരെ പുടിൻ ആക്രമണം നടത്തുന്ന നേരത്തെ തന്നെ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതായത് ഇപ്പൊ 2029 പോകും തോന്നുന്നില്ല. കാരണം ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം മാത്രം റഷ്യ 1500 ടാങ്കുകൾ പുതിയതായിട്ട് പണി കഴിപ്പിച്ചിറക്കിയിരുന്നു. പിന്നെ അനവധി പീരങ്കികളും മിസൈലുകളും ദ്രുതഗതിയിലാണ് റഷ്യയിലെ ഫാക്ടറികൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം നാറ്റോ രാജ്യങ്ങൾ പറയുന്നത് ഇത് ഉക്രൈനെതിരെയല്ല. നേരത്തെ ധനുഷ് സൂചിപ്പിച്ച പോലെ ഉക്രൈനെ അവരൊരു വലിയ ടാർഗറ്റായിട്ട് കാണുന്നില്ല. ഉക്രൈനെതിരെ അല്ല ഇത് ചെയ്യുന്നത് കൂടുതലും നാറ്റോ സഖ്യത്തിനെതിരെയായിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ചോദിക്കും, എന്തിനാണ് ഈ നാറ്റോ സഖ്യത്തിനെതിരെ ഈ പുടിൻ ഇത് ചെയ്യുന്നതെന്ന്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഈ നമ്മുടെ ലോകത്തിന്റെ ഒരു അലയൻസ്, ജിയോ പൊളിറ്റിക്സ് മാറി മറിഞ്ഞു വരുന്നു. ഇവിടെ റഷ്യയെ സംബന്ധിച്ച് അനുദിനം ഈ ഉപരോധങ്ങൾ, അനുദിനം അവർക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ, ഇതെല്ലാം വന്നു കഴിയുമ്പോൾ ഇവർ വീണ്ടും ഡൗൺ ആകുകയും പുടിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പാശ്ചാത്യ ശക്തികൾ ശക്തി പ്രാപിക്കുകയുമാണ്. ഇവിടെ പുടിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് യുദ്ധത്തിൽ ജയിക്കുക എന്നുള്ളതല്ല, പകരം ഒരു വ്യാപകമായ യുദ്ധത്തിലേക്ക് ഈ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെ തള്ളിവിട്ടുകൊണ്ട്
അവരെ ഒരു സാമ്പത്തിക പ്രതിസന്ധിയുടെ ഒരു കയത്തിലേക്ക് തള്ളിവിടുക എന്നുള്ളതാണ്. അതായത് നിലവിൽ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം 36 ലക്ഷം കോടി കടത്തിലാണ്. കേൾക്കുമ്പോൾ ഒരു അമ്പരപ്പ് തോന്നും അല്ലെ? ശരിയാണ്, അവർ ലോകത്തിലെ 1-ാം നമ്പർ സാമ്പത്തിക സുസ്ഥിരമായ ഒരു രാജ്യമാണ്. പക്ഷെ അവർ കടത്തിലാണ് എന്ന് പറയുമ്പോൾ അവർ ആരുടെ എന്തെങ്കിലും കടം വാങ്ങിയെന്നല്ല അതിന്റെ അർത്ഥം വരുന്നത്. അവര് പ്രതിരോധ രംഗത്ത് അവർ ചെലവ്, ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രതിരോധ രംഗത്ത് പണം മുടക്കുന്ന രാജ്യം അമേരിക്ക. അതിന് മുടക്കുന്ന ചെലവ്, അതുപോലെ തന്നെ അവിടുത്തെ ഈ ട്രീറ്റ്മെന്റിനും മറ്റുമായിട്ട് അവിടെ എല്ലാവർക്കും ഫ്രീ ട്രീറ്റ്മെന്റും ഇൻഷുറൻസും ഉണ്ട്, അതിന് ചെലവാക്കുന്നത്, വിദ്യാഭ്യാസത്തിന് ചെലവാക്കുന്നത്. അപ്പം ഇതിനനുസരിച്ചിട്ടുള്ള ഇൻകം ഇല്ല. ഇവിടെയാണ് ഈ ട്രംപ് താരിഫ് കൂട്ടാനും സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ കൂട്ടണം എന്നൊക്കെ പറഞ്ഞ് ഈ ബഹളം വെക്കുക. അദ്ദേഹം പറയുന്നതിലും കാര്യമുണ്ട്. കാരണം ആ ഇൻകം വേണ്ടേ? നമ്മുടെ കയ്യിൽ 10 രൂപ, നേരത്തെ തന്നെ നമ്മുടെ കുറെ ഇൻകം ഉണ്ട്. ആ അവസ്ഥ മാറി. നേരത്തെ എങ്ങനെ വന്നു ഈ അമേരിക്കയുടെ ഈ പണം എന്ന് ചോദിച്ചാൽ അവർക്കായിരുന്നു ലോകത്തെ മുഴുവൻ കൺട്രോളും ഉണ്ടായിരുന്നത്. അവിടുന്ന് എല്ലാം വെട്ടിപ്പിടിച്ച് വിത്തെടുത്ത് കുത്തി തിന്നുക എന്ന് കേട്ടിട്ടില്ലേ? ഇപ്പൊ ആ വിത്തിനിട്ടതും കൂടെ എടുത്ത് കുത്തി തിന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ട്രംപ് പറയുന്നതിൽ കാര്യമുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ രാജ്യത്തെ നോക്കുമ്പോൾ ആ രാജ്യത്തിന് ഒരു ഇൻകം ഇല്ല. അതാണ് അദ്ദേഹം ഈ താരിഫിലേക്ക് പോകുന്നത്. അത് കുറ്റം പറയാൻ പറ്റത്തില്ല നമുക്ക്. പക്ഷെ നമ്മുടെ രാജ്യത്ത് നിൽക്കുമ്പോൾ നമുക്ക് അദ്ദേഹത്തെ കുറ്റം പറഞ്ഞാൽ മതിയാകൂ. കാരണം ഈ താരിഫ് യുദ്ധം മൂലം നമുക്കും നഷ്ടം ഉണ്ടാകുന്നുണ്ട്. നമുക്ക് വലിയ നഷ്ടം ഉണ്ടാകുന്നില്ലെങ്കിൽ പോലും അതൊരു ബുദ്ധിമുട്ടുള്ള കേസാണ്. അപ്പൊ അദ്ദേഹം വലിയ താരിഫിലേക്ക് പോകുന്നതിന് കാര്യവും ഇത് തന്നെയാണ്. ഒപ്പം തന്നെ അവിടെ എന്താണ്, പ്രവാസികളൊക്കെ ഇത്ര ശതമാനം പൈസ പിടിച്ചിട്ട് കൊടുക്കണം എന്ന് പറയുന്നത്. കാരണം പല രാജ്യങ്ങളും അത് നിലവിലുള്ളതാണ്. അമേരിക്കയിൽ പുതിയതായിട്ട് കൊണ്ടുവന്ന നിയമമൊന്നുമല്ല. പല രാജ്യങ്ങളും മുമ്പ് ഇറാഖിലൊക്കെ വർക്ക് ചെയ്തവരുണ്ടെങ്കിൽ അവർക്കറിയാം. അവിടെയൊക്കെ 55% പണം മാത്രമായിരുന്നു നമുക്ക് അയക്കാൻ തന്നെ പറ്റിയത്, ബാക്കി അവിടെ ചെലവഴിക്കണമായിരുന്നു. അപ്പൊ അത് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ 45 ലക്ഷം രൂപ 45 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ അമേരിക്കയിൽ സിറ്റിസൺഷിപ്പ് തരാം. അങ്ങനെ കുറെ സാധനങ്ങളാണ് അദ്ദേഹം മുമ്പോട്ട് വെക്കുന്ന ഓഫറുകൾ. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഓഫർ വെക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഈ കടം റിക്കവർ ചെയ്യണമെങ്കിൽ അവർക്ക് പ്രൊഡക്ഷൻ കൂട്ടുകയും വരുമാനം കൂട്ടുകയും വേണം. ഈ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം ഒരു വഴിക്ക് അതിനുവേണ്ടി തന്നെ നീങ്ങുന്നു, മറുവഴിക്ക് ഇതെല്ലാം കൺട്രോൾ ചെയ്തുകൊണ്ട് പോകേണ്ട ആവശ്യമുണ്ട്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് റഷ്യ നടത്തുന്ന നീക്കം. അല്ലാതെ അവർക്ക് ഈ നാറ്റോ രാജ്യങ്ങളെ കീഴ്പ്പെടുത്തിയിട്ട് ലോകത്തിന്റെ രാജാവാകാൻ വേണ്ടിയിട്ടല്ലേ റഷ്യ ശ്രമിക്കുന്നത്. കാരണം ഞാൻ എന്തായാലും എന്നെ ഇവന്മാരെല്ലാം കൂടെ നിരന്തരം അടിച്ചടിച്ച് ഞാനൊരു പരുവത്തിലായിട്ടുണ്ട് എന്നൊരു ചിന്ത പുട്ടിന് വന്നിട്ടുണ്ട്. അപ്പം എന്നെ ഈ പരുവത്തിലാക്കിയവന്മാരൊന്നും രക്ഷപ്പെടണ്ട, മുങ്ങിച്ചാകുമ്പോ എല്ലാവരും കൂടെ മുങ്ങിത്താഴാം. കാരണം നിനക്കൊക്കെ ഇപ്പൊ ഈ പണത്തിന്റെ പ്രശ്നങ്ങളൊന്നുമില്ല, സമാധാനവും കാര്യങ്ങളും പോകും. അതുകൊണ്ടാണ് ജർമ്മൻ ചാൻസലർ പറഞ്ഞത് 40 years ആയിട്ട് യാതൊരു പ്രോബ്ലവും ഇല്ലായിരുന്നു, എനിക്കൊന്നും ഒരു ടെൻഷൻ ഇല്ലായിരുന്നു. അവിടുത്തെ ജർമ്മനിയുടെ ചാൻസലറാ അവിടുത്തെ സൈന്യാധിപൻ പറഞ്ഞത്. എനിക്ക് 40 വർഷമായിട്ട് ഒരു ടെൻഷനും ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പോൾ ഓരോ ദിവസവും ടെൻഷൻ ആണെന്നാണ് പറയുന്നത്. കാരണം റഷ്യയുടെ കയ്യിൽ നേരത്തെ തനിച്ച് സൂചിപ്പിച്ചുകൊണ്ടൊക്കെ അതിമാരക ശേഷിയുള്ള മിസൈൽസ് ഉണ്ട്. അതവര് മുമ്പ് പുടിൻ എനിക്ക് 3-4 മാസം മുമ്പ് പുടിൻ തന്നെ വ്യക്തമായി പറഞ്ഞു, ബ്രിട്ടന്റെ തലസ്ഥാനത്ത് അടിക്കാനുള്ള മിസൈൽ ഞങ്ങളുടെ കയ്യിലുണ്ട്, അത് സൂക്ഷിച്ച് വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ എല്ലായിടത്തേക്കും യുദ്ധം വ്യാപിപ്പിക്കുക, ഛിന്ന ഭിന്നമാകുക, അങ്ങനെ സാമ്പത്തിക ക്രൈസിസിലേക്ക് പോവുക. കാരണം നമുക്കറിയാം നാറ്റോ സഖ്യമായ ഒരു യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ റഷ്യ ഇതെന്തെങ്കിലും ഡ്രോൺ ആക്രമണം ആയിരിക്കില്ല നടത്തുന്നത്, മാരകശേഷിയുള്ള ആക്രമണം നടത്തും. തിരിച്ചും അതുപോലെ നടക്കും. അത് പിന്നെ പല രാജ്യങ്ങളിലാണ് വ്യാപിക്കും. അതായത് കോവിഡിന് ശേഷം ഈ ലോകം കാണുന്ന മഹാദുരന്തമായിട്ട് ഇത് മാറും. കോവിഡിന് നമ്മൾ കണ്ടതാണ്. കോവിഡ് യുദ്ധമാണെന്ന് തന്നെ നമ്മൾ പറയേണ്ടത്. അതും ഒരു യുദ്ധമാണ്. കോവിഡ് വേണമെങ്കിൽ ജൈവായുധം, ചൈന പ്രയോഗിച്ച ജൈവായുധം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ആ കോവിഡ് ഒരു യുദ്ധമായിരുന്നു. ആ യുദ്ധത്തിൽ നിന്ന് പല രാജ്യങ്ങളും, പല കൺട്രീസ്, നമ്മുടെ രാജ്യമൊക്കെ ഉള്ളൂ പിന്നെ അതിനെ റിക്കവർ ചെയ്ത് GDP ഒക്കെ ഉയർത്തി ഒരു പരുവത്തിൽ പോയത്. പക്ഷെ പല രാജ്യങ്ങളും തകർന്നു പോയി. ചൈനയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ അടിപറ്റിപ്പോയത്. ആ ഒരൊറ്റ കോവിഡ് ചൈനയാണ് ശരിക്കും തകർത്ത് കളഞ്ഞത്. അപ്പൊ അങ്ങനെ പല രാജ്യങ്ങളും അതിൽ നിന്ന് കരകയറാനുള്ള ആ ഒരു തത്രപ്പാട് നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു വലിയ യുദ്ധത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പൊ ചോദിക്കും, നമുക്കെന്താണ് ഈ യുദ്ധം വന്നാലെന്ന് ചോദിക്കും. സ്വാഭാവികമായ പ്രശ്നം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ യുദ്ധം വന്ന ഇന്ത്യക്കാർക്ക് വലിയ നഷ്ടം തന്നെ സംഭവിക്കും. കാരണം നമ്മുടെ ഈ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യണ്ടേ? യുദ്ധം വരുന്ന ഏതെങ്കിലും രാജ്യത്തേക്ക് ഇത് കയറ്റുമതി ചെയ്യാൻ പറ്റൂ? കടലിലോട് ഷിപ്മെന്റ് നടക്കാൻ ഏതെങ്കിലും കപ്പൽ തയ്യാറാകുമോ ഇത് കൊണ്ടുപോകാനായിട്ട്? ഈ സാധനങ്ങൾ നമ്മളിപ്പോ സൗദിയിൽ നിന്ന് കൊണ്ടിരുന്ന എണ്ണയായാലും ഇല്ല എവിടെ നിന്ന് കൊണ്ടിരുന്ന എണ്ണയായാലും സുഗമമായി ഇത് ഷിപ്മെന്റ് നടക്കില്ല. സ്വാഭാവികമായി എണ്ണയുടെ വില കുതിച്ചു വരും. കാരണം യുദ്ധം നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അനിവാര്യമായ ഒരു ഘടകം എണ്ണയാണ്. എണ്ണ വില കുതിച്ചു വരും. ആവശ്യ സാധനം, ഇന്ത്യയെ സംബന്ധിച്ച ആവശ്യ സാധനങ്ങളുടെ വില കുതിച്ചു വരാൻ സാധ്യതയില്ല. കാരണം നമ്മളുടെ ഒരു ജീവിത രീതി അനുസരിച്ചിട്ട് നമുക്ക് അങ്ങനെ മറ്റു ഇടങ്ങളിൽ നിന്ന് എന്തെങ്കിലും സാധനം വന്നിട്ട് കഴിക്കേണ്ട ആൾക്കാരല്ല നമ്മൾ. കാരണം ഇപ്പൊ അവിടുന്ന് പഞ്ചസാര വന്നാലേ ചായ കുടിക്കൂ, അല്ലെങ്കിൽ ഇവിടുന്ന് തേയില വന്നാലേ ചായ കുടിക്കൂ എന്നൊരു നിർബന്ധം നമുക്ക് ഒരു കാര്യത്തിലും ഇല്ല. കാരണം നമ്മുടെ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ തന്നെയാണ് നമ്മുടെ ഊർജവും ആരോഗ്യവും എല്ലാം നൽകുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള കാര്യത്തിൽ നമുക്ക് പാലാണെങ്കിലും ഒന്നും നമുക്ക് അങ്ങനെ ടെൻഷൻ വരാൻ സാധ്യതകളില്ല. പക്ഷെ നമ്മളുടെ സാധനങ്ങൾ കയറ്റുമതി ചെയ്യണ്ടേ? അപ്പൊ യുദ്ധം എല്ലാവരെയും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബാധിക്കുക തന്നെ ചെയ്യും.
ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ലോകം മുൻപോട്ട് പോകുന്നത്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധേയമായ കാര്യം. ഈ റഷ്യയുടെ ഒരു സൈലന്റ്, അത് ചില മാധ്യമങ്ങൾ അതേ രീതിയിൽ തന്നെയാണ് ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. റഷ്യയുടെയും മൗനം ഭയക്കണമെന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഓൾറെഡി റഷ്യയുടെ അതിർത്തിയായ പോളണ്ട്, ലിത്വാനി ആ മേഖലകളിലെല്ലാം അവർ സൈന്യത്തെ നേരത്തെ തന്നെ അണിനിരത്തി കഴിഞ്ഞിരുന്നു. ഒപ്പം തന്നെ കഴിഞ്ഞ മാസം മാത്രമാണ് 1500 ടാങ്കുകളാണ് അവർ പെട്ടെന്ന് ഫാക്ടറിയിൽ നിന്നും പുറത്തിറക്കിയത്. അതിന് ഈ നാറ്റോ സഖ്യരാജ്യങ്ങൾ പറയുന്നത് ഇത് യുക്രൈനെതിരെ പ്രയോഗിക്കാൻ വേണ്ടിയിട്ടല്ല, ഇത് നാറ്റോ സഖ്യരാജ്യങ്ങൾക്കോ സഖ്യകക്ഷികൾക്കോ വേണ്ടിയിട്ടാണ് ഇത് പ്രയോഗിക്കാൻ പോകുന്നത് എന്ന് അവർ തന്നെ ക്ലിയർ ആയിട്ട് തന്നെ പറയുന്നുണ്ട് ഇക്കാര്യങ്ങൾ. അപ്പം പുടിന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും വലിച്ചിതിലിടുക എന്നുള്ള ഒരു വലിയ കാര്യമാണ്. ഇതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ഇപ്പോൾ അറ്റ് പ്രസന്റ് നമ്മൾ ചർച്ച നടത്തുമ്പോൾ നമുക്ക് അനാലിസിസ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പുതിയ അപ്ഡേഷൻ ഇത് തന്നെയാണ്. രണ്ടാമത്തെ കാര്യം ധനുഷ് പറഞ്ഞത് അവരുടെ ആയുധങ്ങൾ ഇന്ത്യയിലേക്ക് മാറ്റുന്നു എന്നുള്ളതാണ്. ഈ വാർത്ത നേരത്തെ മുതൽ തന്നെ വന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് റഷ്യ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നത്. ഞങ്ങൾ ഇനി മുതൽ നിർമ്മിക്കുന്ന എല്ലാ ആയുധങ്ങളും, ഞങ്ങളുടെ ആയുധങ്ങളുടെ അപ്ഡേഷൻസും ഇന്ത്യയുമായി ചേർന്നായിരിക്കും നടത്തുന്നത്. കാരണം അതിനായിട്ട് അവർ പറഞ്ഞ ചില കാര്യങ്ങൾ, ഇന്ത്യക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്, ഇന്ത്യയുടെ കയ്യിൽ പണമുണ്ട്, സ്ഥലമുണ്ട്, സ്കില്ലായിട്ടുള്ള ആളുകളുണ്ട്, അത് കുറഞ്ഞ ചെലവിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന ആളുകൾ അവർക്കുണ്ട്. അതുകൊണ്ട് ഇനി മുതൽ ഞങ്ങൾ അവിടെയാണ് കൂടുതൽ ഇത് കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. കാരണം അവിടെ വഴിയാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്നതെന്നാണ്. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് അത് നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ ആയുധ വിപണിയിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് ഇതൊരു വലിയ മുതൽക്കൂട്ട് തന്നെയാവും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ആണവ റിയാക്ടറുകൾ കൂടുതലായിട്ട് ചെറുകിട ആണവ റിയാക്ടറുകൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ ശ്രമം നമ്മുടെ രാജ്യം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് ഉതകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ. കാരണം റഷ്യയെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള രാജ്യം ഇന്ത്യയാണ്. ഇത് ഇന്ത്യയുമായ ഒരു സംയുക്ത സംരംഭത്തിന് മുതിരുകയാണെങ്കിൽ ഒന്ന്, അവരുടെ പ്രധാനപ്പെട്ട ആയുധങ്ങൾ സേഫ് ആയിരിക്കും, എന്നും എക്കാലവും സേഫ് ആയിരിക്കും. നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസം നമ്മളൊരു ചർച്ചയിൽ പറഞ്ഞ കാര്യമുണ്ട്. ഈ ചർച്ച തന്നെ നടത്തിയിരുന്നു. ഇസ്രയേല് ഇന്ത്യയുടെ ആയുധം വാങ്ങാൻ വലിയൊരു കരാർ ഒപ്പിട്ടു എന്നുള്ളത് അല്ലെ, ഓർമ്മയുണ്ടോ ധനുഷിനത്? നമ്മളത് നടത്തിയ ഒരു ചർച്ചയാണ്. എന്തിനാണ് ഇസ്രയേൽ എന്തിനായിരിക്കും ആ ഒരു കരാർ ഒപ്പിട്ടത്? ഇസ്രയേൽ അതിന് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഇന്ത്യയില് ഇസ്രയേൽ കമ്പനികളും ഇന്ത്യയുടെ കമ്പനികളും ചേർന്ന് ആയുധങ്ങൾ നിർമ്മിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവരുടെ സാധനം തന്നെയാണിത്. അവരുടെ ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ നിർമ്മിക്കുന്ന ആയുധങ്ങളാണ്. അതിപ്പോ പൂർത്തിയായി. ഇപ്പൊ നമുക്ക് എത്ര വേണമെങ്കിൽ കയറ്റി അയക്കാവുന്ന നിലയിലേക്കായി. അതാണ് നമ്മൾ ഇവിടുന്ന് അവർക്ക് കൊടുക്കുന്നത്. ഈ മെത്തേഡ് തന്നെയാണ് റഷ്യ നോക്കുന്നത്. അവരും കാലങ്ങളായിട്ട് ഇന്ത്യയിൽ തന്നെയാണ് പല കാര്യങ്ങളും അവർ, ഞാൻ പറഞ്ഞില്ലേ, ലോകത്തിലെ ഏറ്റവും വലിയൊരു റഡാർ സംവിധാനം നമ്മുടെ ബാംഗ്ലൂരിൽ ഒരുങ്ങുന്നു. ബാംഗ്ലൂർ അല്ല, കർണാടകത്തിൽ അവിടെ സൈനിക താവളത്തിൽ ഒരുങ്ങുന്നു. അത് വളരെ രഹസ്യമായിട്ടാണ് അതിന്റെ വാർത്തകളൊക്കെ പുറത്തു വന്നത്. ഇന്റർനാഷണൽ മീഡിയാസ് തന്നെ അത് കൊടുത്തത്. വലിയൊരു റഡാർ സംവിധാനമാണ്. അതൊക്കെ അവിടെ ഒരു നേരത്തെ തന്നെ അതിന്റെ പ്ലാനിങ്ങും കാര്യങ്ങളും നടത്തി അവർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനൊരു സാഹചര്യം. ഈ ഒരു സാഹചര്യത്തിലാണ് റഷ്യ നേരിട്ടാണ് ചൈനയുമായിട്ട് ഇടപെട്ടുകൊണ്ട് ഇന്ത്യയുമായിട്ടൊരു ക്ലാഷിന് പോകരുത് എന്ന് പറയുന്നത്. കാരണം ഇന്ത്യയും ചൈനയും തമ്മിൽ ക്ലാഷ് ഉണ്ടായാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് റഷ്യയാണ്. കാരണം അവരുടെ സാമ്പത്തികത്തെ നട്ടല്ല, അതായത് അവർക്ക് പൈസ കൊടുത്തുകൊണ്ടിരിക്കുന്ന, അവരെ സാമ്പത്തികമായി സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യങ്ങളാണ് ഇന്ത്യയും ചൈനയും ഒക്കെ. എണ്ണ വാങ്ങിയിട്ടായാലും മറ്റു സാധനങ്ങളോട്. അപ്പൊ ഇവര് തമ്മിൽ അടിവെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഉള്ളതുകൂടെ ഇല്ലാതായിപ്പോ. അതുകൊണ്ടാണ് നിങ്ങൾ ഒരു തരത്തിലും പിണങ്ങരുത്, നമുക്ക് ഒന്നിച്ച് നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് കാലാകാലങ്ങളിൽ റഷ്യ നടത്തുന്ന 20 മീറ്റിങ്ങുകളാണ് പിന്നെ RIC എന്ന് പറയുന്ന ആ ഒരു സഖ്യത്തിന് വേണ്ടിയിട്ട് റഷ്യ നടത്തിയിട്ടുള്ളത്. ഇന്ത്യ, ചൈന, റഷ്യ ഈ സഖ്യത്തിന് വേണ്ടി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. കാരണം വേണം. ഇപ്പൊ ചെക്കോസ്ലോവിയ കണക്കുള്ള രാജ്യങ്ങളുണ്ട്, യൂറോപ്യൻ യൂണിയൻ പെടുന്ന രാജ്യങ്ങളാണ്. ആ രാജ്യങ്ങളും ഈ റഷ്യക്ക് പിന്തുണയാണ് കൊടുക്കുന്നത്. അപ്പം റഷ്യയുടെ കൂടെ നിൽക്കാനും നാറ്റോയിൽ ചില രാജ്യങ്ങളുണ്ട്. കാരണം ഇതിനകത്ത് ഈ നാറ്റോയിൽ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇവരൊന്നും തമ്മിൽ അത്തരത്തിലുള്ള ഒരു ഐക്യത്തിലും അല്ല പോകുന്നത്. കാരണം അങ്ങനെ ഒരു ഐക്യത്തിലാണെങ്കിൽ ഇവർക്കൊക്കെ എന്നേ ഈ യുദ്ധം അവസാനിപ്പിക്കാമായിരുന്നു. ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം എന്നേ തീരുമായിരുന്നു. അത് തീർക്കരുതെന്ന് ചില രാജ്യങ്ങൾക്ക് താല്പര്യമുണ്ട്. മറ്റൊന്ന്, ട്രംപ് ഇതിന്റെ നേട്ടവും കൊണ്ട് പോകരുതെന്ന് ചില രാജ്യങ്ങൾക്ക് താല്പര്യമുണ്ട്. എനിക്ക് തോന്നുന്നു ട്രംപ് സെലൻസ്കിയെ വിളിച്ച് സംസാരിച്ചതിന് ശേഷമാണ് ഈ യുദ്ധം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അങ്ങനെയാണ്. അതിനുശേഷമാണ് ഈ യുദ്ധം കുറച്ചുകൂടെ രൂക്ഷമായ രീതിയിലേക്ക് പോകുന്നത്. അതിനർത്ഥം ജർമ്മനിയും UK-യും അവർ ആയുധങ്ങൾ നൽകുന്നുണ്ട്. ആദ്യ സമയത്തൊക്കെ ഈ യുക്രൈൻ ഉപയോഗിക്കുന്ന ആയുധങ്ങളെല്ലാം UK-യുടെ ആയിരുന്നു. അതുകൊണ്ടാണല്ലോ പുടിൻ പറഞ്ഞത് നിങ്ങളെ ഞങ്ങൾ അടിക്കുമെന്ന് പറഞ്ഞത്. അതുകൊണ്ടായിരുന്നു. ഇപ്പൊ ജർമ്മനി കഴിഞ്ഞ ദിവസം ജർമ്മൻ ചാൻസലർ തന്നെ പറഞ്ഞു ഞങ്ങൾ ഉക്രൈൻ ആയുധങ്ങൾ നൽകാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പൊ പരസ്യം, അപ്പം നേരത്തെ തന്നെ റഷ്യ പറഞ്ഞിട്ടുണ്ട് പാശ്ചാത്യ രാജ്യങ്ങൾ ഇതിൽ ഇടപെട്ടാൽ, പ്രത്യക്ഷമായോ പരോക്ഷമായോ ഇടപെട്ടാൽ ഞങ്ങൾ ഇനി അവരെ അടിക്കുമെന്ന്. ഉക്രൈൻ അല്ല റഷ്യയുടെ ലക്ഷ്യം. കാരണം അവർക്ക് ഉക്രൈൻ പിടിച്ചെടുത്തിട്ട് ഒരു പിണ്ണാക്കും അവർക്ക് അവിടെ നിന്ന് കിട്ടാനില്ല. അവര് പിന്നെ ഈ അതിർത്തി തർക്കത്തിലൂടെ ആ ഒരു അതിർത്തി പ്രദേശം അവർക്ക് കിട്ടിയാൽ ഓക്കെ, അത് മാത്രമേ ഉള്ളൂ, ഒരു നേട്ടമില്ല. നേരെ മറിച്ച് ഇപ്പോൾ അദ്ദേഹം അപ്പൊ ചോദിക്കും നാറ്റോ സഖ്യത്തെ അടിച്ചുകൊണ്ട് എന്താണ് പുടിന് നേട്ടം? പുടിന് നേട്ടത്തിന് വേണ്ടിയിട്ടല്ല അത് ചെയ്യുന്നത്. ഞാൻ എന്തായാലും ഈ പരുവത്തിലൊക്കെ ആയി, എന്നെ പരുവത്തിലാക്കിയവന്മാരും കുറച്ചൊക്കെ കഷ്ടപ്പെട്ടിട്ട് മതി ഇനി മുമ്പോട്ട് പോകുന്നത്. കാരണം അതാ പറഞ്ഞു, ഒരു ചെറിയ യുദ്ധം പോലും പല രാജ്യങ്ങൾക്കും താങ്ങാൻ കഴിയില്ല.
അല്ല, ഇതില് വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിന്റെ പിറകിൽ നാറ്റോ സഖ്യമാണ് എന്നുള്ളത് ഇപ്പൊ റഷ്യക്ക് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. കാരണം യുക്രൈൻ ഒരിക്കലും ഇത്തരത്തിലൊരു യുദ്ധതന്ത്രം ഒറ്റയ്ക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം യുക്രൈൻ എന്ന് പറയുന്ന രാജ്യത്തിനെ സമ്പൂർണ്ണമായിട്ട് തകർത്ത് തരിപ്പണമാക്കി അതിന്റെ എന്താ നെല്ലിപ്പലക കാണിച്ചിരിക്കുകയാണ് റഷ്യ. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇപ്പോ ഡീപ്പ് എയർ ബേസുകളിലാണ് യുക്രൈൻ ആക്രമിച്ചിരിക്കുന്നത്. ഈ ഡീപ്പ് എയർ ബേസുകളിൽ റഷ്യയുടെ ബോംബറുകൾക്ക് നേരെയാണ് യുക്രൈൻ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഈ റഷ്യൻ ബോംബറുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ റഷ്യയിൽ ഇപ്പോൾ ഉള്ള ബോംബറുകളെ ഉള്ളൂ. ഇത് ആക്രമിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എല്ലാ രാജ്യങ്ങൾക്കും അറിയാം, റഷ്യക്ക് വേറെ ബോംബറുകൾ ഉണ്ടാക്കാനുള്ള ശക്തിയില്ല, പണമില്ല എന്ന് വേറെ രാജ്യങ്ങൾക്കറിയാം. ഈ ബോംബറുകൾ ഉണ്ടെങ്കിൽ മാത്രമേ റഷ്യക്ക് ആണവായുധങ്ങൾ പല രാജ്യങ്ങളിലും കൊണ്ട് വർഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു സത്യം ഈ രാജ്യങ്ങൾക്കൊക്കെ അറിയാം. ജർമ്മനി ആയാലും ഫ്രാൻസ് ആയിരുന്നാലും UK ആയിരുന്നാലും അറിയാം. അതുകൊണ്ട് ഈ റഷ്യയെ സമ്പൂർണമായിട്ട് ആണവായുധം കൊണ്ട് വർഷിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ഒരു ആക്രമണത്തിൽ ഇവർ വിജയിച്ചു എന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കും. അല്ലെങ്കിൽ റഷ്യക്ക് ഒരു പ്ലാൻ ബി ഉണ്ടായിരിക്കും, ആണവായുധം കൊണ്ട് ഇവരുടെ മണ്ടയ്ക്ക് വിക്ഷേപിക്കാനായിട്ട്. അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ, റഷ്യക്ക് ഒരു പ്ലാൻ ബി ഉണ്ട്. അത് ഇവർ വല്ലാതെ ഭയപ്പെടുന്നു. ഈ ഓർഷനിക് മിസൈലുകൾ റഷ്യ തയ്യാറാക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇപ്പൊ ലോകരാജ്യങ്ങൾ പലരും ഞെട്ടിയിട്ടുണ്ട്. കാരണം ഓർഷനിക് മിസൈലുകളുടെ ഇതുവരെ എന്താ റഷ്യ ഇത് ആർക്കും നേരെ പ്രയോഗിച്ചിട്ടില്ല. പ്രയോഗിക്കാനായിട്ട് പോവുകയാണെന്ന് പറയുമ്പോൾ ഇവർ വല്ലാത്ത ഞെട്ടലാണ്. അത് പ്രയോഗിച്ചാൽ മൂന്നാം ലോകയുദ്ധം കൺഫേം ആയിട്ട് ഉണ്ടാകുമെന്നാണ് പല പ്രതിരോധ വിദഗ്ധരും പറയുന്നത്. റഷ്യയുടെ ബോംബറുകൾ നശിപ്പിച്ച ഈ ഒരു സാഹചര്യത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾ വിചാരിക്കുന്നത് ഇല്ല, ആണവായുധം റഷ്യ ഇനി പ്രയോഗിക്കില്ല എന്നാണ് അവർ വിചാരിക്കുന്നത്. അതിന് സാധ്യത വളരെ കുറവാണ്. കാരണം റഷ്യയുടെ നേരത്തെ തന്നെ നമുക്ക് അറിയാം, ലോകത്തെ മുഴുവൻ കടലിൽ നിന്നും കരയിൽ നിന്നും വായുവിൽ നിന്നും തകർക്കാൻ തക്ക കപ്പാസിറ്റി അവർക്കുണ്ട്. അണുബോംബും ആറ്റം ബോംബും അടക്കമുള്ളവയുണ്ട്. കാരണം അത് റഷ്യയുടെ ഉള്ളതാണ്. കാരണം അവർക്ക് കുറെ ബോംബറുകൾ പോയതുകൊണ്ട് ഇപ്പം നമ്മുടെ പാകിസ്ഥാനോ ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തിനോ അവരുടെ ബോംബറുകൾ പോവുകയാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ശരിയായിരിക്കും ഈ പറഞ്ഞത്. കാരണം അവർക്ക് അത് കൊണ്ട് അണുവായുധങ്ങൾ വിക്ഷേപിക്കാൻ വേറെ സൗകര്യമില്ല എന്ന് പറയാം. റഷ്യ കണക്കൊരു രാജ്യത്തിന് അത് കഴിയില്ല എന്ന്. പക്ഷെ എന്താ വെച്ചാൽ ഉടനടി അത് കഴിയില്ല എന്നൊരു ചിന്താഗതി ഒരു പക്ഷേ അല്ല. ഞാൻ പാകിസ്ഥാൻ പോലൊരു രാജ്യങ്ങൾക്കാണെങ്കിൽ ചിലപ്പോൾ ഈ പറയുന്നതിൽ അർത്ഥമുണ്ടാകാം. റഷ്യ പോലൊരു വൻ ശക്തിക്ക് ഇത് പറയുന്നതിൽ യാതൊരു കഥയുമില്ല. ഒരുപക്ഷെ ശരിയായിരിക്കാം, ഇത്തരം ബോംബറുകൾ പോയതുകൊണ്ട് വരുന്ന മിസൈലുകളെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങൾ പല രാജ്യങ്ങൾക്കും ഉണ്ടായിരിക്കാം. അതുകൊണ്ട് മേൽക്കൈ നേടാമെന്ന് അവർ കരുതുന്നുണ്ടാകാം, ഇല്ല എന്നല്ല. പക്ഷെ അവർക്ക് ഈ സബ്മറൈൻസിൽ നിന്ന് പോലും അത്തരത്തിലുള്ള ആയുധങ്ങൾ ഉപയോഗിക്കാൻ അവർക്ക് കഴിയും എന്നുള്ള കാര്യം നേരത്തെ തന്നെ ശീത യുദ്ധകാലത്ത് അമേരിക്കൻ റഷ്യയും വാങ്ങിക്കൂട്ടിയ ഉണ്ടാക്കിക്കൂട്ടിയ ആയുധങ്ങളെല്ലാം മാരക ആയുധങ്ങളായിരുന്നു. അതായത് ലോകം തന്നെ നശിപ്പിക്കാൻ പോകുന്ന ആയുധങ്ങളായിരുന്നു അക്കാലത്ത് ഉണ്ടാക്കിയതൊക്കെ. പിന്നെ ഇത് കുറച്ച് കഴിഞ്ഞ് ഇവരെല്ലാം തണുത്തു തുടങ്ങിയപ്പോഴാണ് ഇവർ ഈ പണിയൊക്കെ പതുക്കെ നിർത്തിവെച്ചിരുന്നത്. ആ ആയുധങ്ങളുടെയൊക്കെ കപ്പാസിറ്റി എന്താണെന്നോ ആയുധങ്ങളുടെയൊക്കെ ലക്ഷ്യം എന്താണെന്നോ ഒന്നും ആർക്കും അറിയില്ല. ഇപ്പം നമുക്ക് ഈ അടുത്ത സമയം വരെ നമുക്ക് പാകിസ്ഥാനിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് എങ്ങനെ അറിയാമായിരുന്നു? എന്തൊക്കെയായിരുന്നു അവന്മാരുടെ തള്ള്? ഇവിടെ ഇത് ഉള്ളതാണോ അല്ലെ നമുക്കൊന്നും അറിയില്ല. അവർ പറയുന്ന അവർക്ക് ഷഹീദ് എന്ന് പറഞ്ഞൊരു മിസൈൽ ഉണ്ട്, അത് വിട്ട് കഴിഞ്ഞാൽ അത് തകരും, അണുവായുധമുണ്ട് ഇത് തകരും, ഞങ്ങൾ മറ്റേ തകരും. ഇപ്പൊ അവിടെ എയർബേസ് അടിച്ചു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇവന്മാരുടെ കയ്യിൽ ഇത്രയും സാധനങ്ങളേ ഉള്ളൂ. കാരണം ഈ അണുവായുധം വഹിക്കാനുള്ള വിമാനങ്ങളുണ്ട് ഇവന്മാർക്ക്. ആ വിമാനങ്ങളിലൊക്കെ നമ്മൾ അടിച്ചിരുന്നു. നൂർഖാൻ വിമാനത്താവളത്തിലൊക്കെ അത്തരം വിമാനങ്ങൾ നമ്മൾ അടിച്ചിരുന്നു. ഇതൊക്കെ ഉള്ളൂ ഇവരുടെ കയ്യിൽ നിന്ന്. പിന്നീടാണ് മനസ്സിലായത്. ഇന്ന് വേറൊരു സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നുണ്ടല്ലേ, ചൈനയെ കുറിച്ച് പാകിസ്ഥാന്റെ ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് വന്നിരുന്നു, ഞങ്ങൾക്ക് തന്നത് ഫേക്ക് ആയിട്ടുള്ള മിസൈലുകളാണെന്ന്. ചൈന പറഞ്ഞെങ്കിൽ ഞങ്ങൾ ഫേക്ക് ഒന്നും കൊടുത്തിട്ടില്ല, ഒറിജിനൽ സാധനം തന്നെ ആയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഇവരുടെ കയ്യിൽ നിന്ന് വന്നു. പക്ഷെ റഷ്യയെ സംബന്ധിച്ച് അതല്ല. റഷ്യ ആദ്യമായിട്ട് യുദ്ധത്തിനിറങ്ങുന്ന ഒരു രാജ്യമല്ല. ആ രാജ്യം അനവധി വട്ടം പല ആയുധങ്ങൾ ഉപയോഗിച്ച് യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ള രാജ്യമാണ്. ചൈനയുമായിട്ട് അവർ ഏറ്റുമുട്ടിയിട്ടുണ്ട് 1960-കളിൽ. അവര് യൂറോപ്പിൽ അവർ മിക്കവാറും ഒക്കെ വർഷത്തിൽ ഒന്നോ രണ്ടോ ചെറുതും വലുതുമായ ഏറ്റുമുട്ടൽ ഉള്ള ഒരു രാജ്യമാണ്. ഞാൻ പറഞ്ഞില്ല, അങ്ങനെ നിൽക്കുന്ന ഒരു രാജ്യമാണ്. അതായത് ഏത് സമയവും യുദ്ധ മോഡിൽ നിൽക്കുന്ന രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ. അങ്ങനെ നിൽക്കുന്ന ഒരു രാജ്യമല്ല നമ്മളങ്ങനെ നമുക്ക് ശത്രുക്കളുണ്ട് ഇല്ല എന്നുള്ളതല്ല, നമ്മളെപ്പോഴും യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു രാജ്യമല്ല. ഇപ്പൊ ഇസ്രായേൽ ആണെന്നുണ്ടെങ്കിൽ അവർ 24 hours വാർഫീൽഡിൽ നിൽക്കുന്ന രാജ്യവും ജനതയുമാണ് അവിടെ. അപ്പൊ റഷ്യക്ക് യുദ്ധം എന്ന് പറഞ്ഞൊരു പുത്തരിയല്ല, അവിടുത്തെ ജനങ്ങൾക്ക് പോയത് പുത്തരിയല്ല. ഈ ഒരു സാഹചര്യത്തിൽ അവർ ചെയ്യാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു പുടിൻ അതായിരിക്കും ലക്ഷ്യം വെക്കുന്നത്. കാരണം പുടിന്റെ മനസ്സിൽ ഒരു വലിയ സ്വപ്നം ഈ ബ്രിക്സ് രാജ്യങ്ങളുടെ ഒരു വലിയ കൂട്ടായ്മ ശക്തിപ്പെടുത്തുക, ആ ബ്രിക്സ് രാജ്യങ്ങൾ ഉയർന്നു വരിക. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പാശ്ചാത്യ രാജ്യങ്ങൾ വലിയ രീതിയിൽ അപ്രമാദിത്യം പ്രാപിച്ചാലുള്ള ഒരു കുഴപ്പം, അവിടെ നേതൃത്വം കൊടുക്കേണ്ട റഷ്യ പിന്നാക്കം പോവുകയും ചൈനയുണ്ട്, ചൈനയെ നമ്പിക്കൊണ്ട് പോകാൻ കഴിയത്തില്ല. കാരണം ചൈനയ്ക്ക് ചൈനയുടെ കാര്യം നോക്കി മുമ്പോട്ട് പോകണം. അപ്പം ചൈന ഒരു രാജ്യമായിട്ട് ഇങ്ങനെ നിലനിൽക്കുകയും അതിനെ ചുറ്റിപ്പറ്റി ഒരു ഉപഗ്രഹം ഉണ്ടാകുകയും ചെയ്യും. ഒന്ന്
രണ്ടാമത്തെ കാര്യം, അത് ഏഷ്യൻ രാജ്യങ്ങൾക്കും ഒരു പിന്നോട്ടടിക്കും. പല കാര്യങ്ങൾക്കും, സാമ്പത്തികമായാലും മറ്റു കാര്യങ്ങളും പിന്നോട്ടടിക്കും. അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ പഴയ ടൈപ്പിലേക്ക്, അതായത് അവരുടെ ഒരു അധീശത്വം, ഒരു ലോക പോലീസിന്റെ ഒരു പദവിയിലേക്ക് അവർ തിരിച്ചെത്തുകയും ചെയ്തു. അതിനി അനുവദിക്കാതിരിക്കണമെങ്കിൽ ഇനി ചെയ്യേണ്ടത് എല്ലാ രാജ്യങ്ങളിലും ഒരു അസ്ഥിരത ഉണ്ടാക്കുക, എല്ലാ രാജ്യങ്ങളുടെയും സാമ്പത്തിക അവസ്ഥ തകിടം മറിക്കുക. അതൊരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. ഇതിൽ നമുക്കുമുണ്ട് നഷ്ടം, നേപ്പാളിനുമുണ്ട് നഷ്ടം, ശ്രീലങ്കയ്ക്കുമുണ്ട് നഷ്ടം, എല്ലാവർക്കും ഉണ്ട് നഷ്ടം. നമ്മുടെ രാജ്യങ്ങളൊക്കെ കയറ്റുമതിയിലൂടെയാണ് നമുക്കൊരു വലിയ ഇൻകം നമുക്ക് കിട്ടുന്നത്. നമ്മുടെ എത്രയോ ജനം, നമ്മുടെ എത്രയോ പൗരന്മാര് എത്രയോ രാജ്യങ്ങളുണ്ട്, ഗൾഫ് കൺട്രീസില്, അതുപോലെ തന്നെ യൂറോപ്യൻ കൺട്രീസില്, എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് നമ്മുടെ രാജ്യത്തുള്ള പൗരന്മാർ. ഇവരെല്ലാം ഇത് ബാധിക്കും. നമ്മുടെ ഇൻകത്തെ ഭയങ്കരമായി തന്നെ ഇത് ബാധിക്കും. ഒരുപക്ഷെ ഭക്ഷണത്തിന് നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ലായിരിക്കും, മറ്റുള്ളതിനെല്ലാം ബാധിക്കും. അപ്പൊ ഒരു യുദ്ധം ഉണ്ടാകാതിരിക്കട്ടെ. പക്ഷെ റഷ്യ നമുക്ക് അങ്ങനെ ചെറുതായി എഴുതി തള്ളാൻ കഴിയില്ല. കാരണം അമേരിക്ക പോലും ഭയക്കുന്ന ലോകത്തിലെ ഒരേ ഒരു രാജ്യം റഷ്യയാണ്. എന്തിനാണ് പറയുന്നത്? ടെക്നോളജിയിൽ അങ്ങേയറ്റമാണ്, സംഭവമാണെന്ന് പറയുന്നത്. ചൈനയ്ക്ക് ലോകത്ത് ഭയമുള്ള ഒരേ ഒരു രാജ്യമേ ഉള്ളൂ, അത് റഷ്യയാണ്. റഷ്യ ഇപ്പൊ നേരിട്ട് കളത്തിലിറങ്ങാന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ വലിയൊരു പ്രാന്തനുണ്ട് ഇപ്പുറത്ത്, ഉത്തര കൊറിയയിൽ കിം ജോങ് ഉൻ. എന്താണ് പുള്ളിയുടെ ഐഡിയ എന്ന് ഒരു പിടുത്തവും കിട്ടത്തില്ല. എങ്ങോട്ടെങ്കിലൊക്കെ വാരി വലിച്ചിട്ട് കളയും. അത് ഒരു വ്യവസ്ഥയില്ലാത്തൊരു മനുഷ്യനാണത്. അങ്ങനെ പോകുന്ന കാര്യം. ഈ ഗ്യാപ്പ് നോക്കി ചൈന തായ്വാൻ പിടിച്ചെടുക്കാൻ സാധ്യതയുണ്ട്. കാരണം അമേരിക്കയുടെ ശ്രദ്ധ തിരിക്കാൻ ഏറ്റവും അനിവാര്യമായ ഘടകം തായ്വാനിലേക്ക് അമേരിക്കയുടെ കോൺസെൻട്രേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഈ ഗ്യാപ്പിൽ നമ്മുടെ രാജ്യം പാകിസ്ഥാന്റെ ബാക്കിയിരിക്കുന്ന ഹാഫിസ് സയ്യിദിനെ പോലുള്ളവരടിച്ച് കൊല്ലുമെന്നും അറിയത്തില്ല. അത് വേറൊരു വഴിക്ക് നിൽക്കുന്നു. അങ്ങനെ അതാ ഞാൻ പറഞ്ഞത്, എല്ലാവരും മുട്ടാൻ കാത്തിരിക്കുകയാണ്. ഒരിടത്ത് അടി പൊട്ടിക്കഴിഞ്ഞാൽ പല വഴിക്ക് അടി നടക്കും. കണ്ടിട്ടില്ലേ ഉത്സവപ്പറമ്പിൽ അടി നടക്കുന്നത്? ആ ഉത്സവപ്പറമ്പിൽ ഏതെങ്കിലും ഒരു കോണിലായിരിക്കും അടി നടക്കുന്നത്. അപ്പൊ ഇവിടെ നിൽക്കുന്നത് അവിടെ എന്താ, അവിടെ ഇന്നവനാ, അതെല്ലാം മാമനാണല്ലോ പറഞ്ഞ അടി ഇവിടെ കൊടുത്തു, അവിടെ കൊടുത്തു. അവസാനം എല്ലാം കഴിയുമ്പോഴായിരിക്കും നീ എന്തിനാ അവനെ അടിച്ചു എന്ന് ചോദിക്കുമ്പോൾ അത് അവിടെ അടിച്ചു എന്ന് പറഞ്ഞതിന്റെ ഇതാണ് ഇവിടെ കൊടുത്തത്. കൂട്ടയടിയായി മാറുന്ന രീതി. അതാ ഞാൻ പറഞ്ഞത്, ഇന്ത്യ പാകിസ്ഥാൻ ക്ലാഷ് നിലനിൽക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല. ചൈന തായ്വാൻ ഏത് നിമിഷവും പിടിച്ചെടുക്കാനുള്ള നീക്കത്തിൽ നിൽക്കുന്നു. ഇതിനിടയിൽ അഫ്ഗാൻ പാകിസ്ഥാൻ പ്രശ്നം ഇഷ്യൂ നിൽക്കുന്നു. ഇതിനിടയ്ക്ക് ബലൂചിസ്ഥാൻ, ഇത് നമ്മുടെ ഏരിയയിലെ കാര്യം മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. ഉത്തര കൊറിയ, ദക്ഷിണ കൊറിയ മുട്ടാനായി കാത്തിരിക്കുന്ന രണ്ട് രാജ്യങ്ങൾ. ഇതിനിടയ്ക്ക് ഉത്തര കൊറിയ, ജപ്പാൻ മുട്ടാനായിട്ട് കാത്തിരിക്കുന്ന രണ്ട് രാജ്യങ്ങൾ. റഷ്യ ഉക്രൈൻ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വാറ. ഇതിന്റെ ഇടയ്ക്ക് ഇസ്രായേൽ, ഇറാൻ മുട്ടാൻ നോക്കി നിൽക്കുന്ന രണ്ട് രാജ്യങ്ങൾ. അതുപോലെ തന്നെ ഇറാനും മിഡിൽ ഈസ്റ്റിലുള്ള സൗദി അറേബ്യയുള്ള അടക്കമുള്ള രാജ്യങ്ങൾ തമ്മിൽ മുട്ടാൻ കാത്തിരിക്കുന്ന രാജ്യങ്ങളാണ്. ഇതിനകത്ത് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അടിക്കാനായിട്ട് കാത്തിരിക്കുന്നവന്മാരാണ്. ഇത് വന്നു കഴിയുമ്പോൾ എല്ലാം തകിടം മറിയും. അല്ല, നാറ്റോ സഖ്യം ഒരു ഭാഗത്ത് ശക്തമായി നിൽക്കില്ല, അതിൽ തന്നെ വിള്ളലുണ്ടാവും. ഇപ്പുറത്തെ ഭാഗത്തും എല്ലാവരും ശക്തരായി നിൽക്കില്ല, ഇവിടെയും വിള്ളലുണ്ടാവും. ഇതൊരു വലിയ ലോകമഹായുദ്ധത്തിലേക്ക് തന്നെ നീങ്ങാനുള്ള സാധ്യതയുണ്ട്. അത് 1, 2, 3 വർഷമൊക്കെ നീങ്ങിക്കഴിഞ്ഞാല് വലിയ ഒരു സാമ്പത്തിക അധപ്പതനത്തിലേക്ക് പോകും. ഒരുപക്ഷെ നമ്മുടെ ഈ പ്രമുഖരായ പ്രവാചകന്മാരൊക്കെ പറഞ്ഞതുപോലെ 3-ാം ലോക മഹായുദ്ധം ഉണ്ടാകുകയും യുദ്ധാനന്തരം ജർമ്മനിയും ഇന്ത്യയും 1-ാം സ്ഥാനത്തേക്ക് വരും എന്നുള്ളതാണ് പ്രവചനം എന്ന് പറഞ്ഞിരുന്നത്. ഏതായാലും സംഭവിക്കുമോ ഇല്ലയെന്ന് അറിയില്ല. ഏതായാലും യുദ്ധം ഉണ്ടാകാതിരിക്കട്ടെ. പക്ഷെ നമ്മൾ അഭിമുഖീകരിക്കുന്ന വലിയൊരു ഭീഷണിയാണ്. ഞാൻ പറഞ്ഞില്ല, ഇനിയുള്ള സമയം ഈ 2025 തൊട്ട് നമുക്ക് നമ്മുടെ ലോകത്ത് മുഴുവൻ വലിയ വരൾച്ച ഉണ്ടാകാൻ പോകുന്നു, കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാകാൻ പോകുന്നു, ഭക്ഷ്യ ബുദ്ധിമുട്ടുണ്ടാകാൻ പോകുന്നു, ജലത്തിന് ദൗർലഭ്യം ഉണ്ടാകാൻ പോകുന്നു. അതിനിടയിൽ യുദ്ധം കൂടി വരും. ഇതിനിടയിൽ എങ്ങാനും ഈ കോവിഡിന്റെ പോലത്തെ പുതിയ വേർഷൻ ആരെങ്കിലും തുറന്നു വിട്ടാൽ, ചൈനയോ ഇല്ലെങ്കിൽ മറ്റൊരു രാജ്യങ്ങളോ തുറന്നു വിട്ടാൽ ഈ ലോകത്തിന്റെ ഗതി എന്താകും? ലോകാവസാനം എന്നൊക്കെ പറയുന്നത് പോലെ ആകും. ഒരു വശത്ത് യുദ്ധക്കെടുതിയും മറുവശത്ത് രോഗത്തിന്റെ കെടുതിയും പിന്നെ ദാരിദ്ര്യത്തിന്റെ അവസ്ഥ കൂടെ വന്നാൽ വല്ലാത്തൊരു കൊല്ലാപ്പായിരിക്കും കാര്യങ്ങളൊക്കെ. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. അത് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. താങ്ക് യു വിഷ്ണു, താങ്ക് യു സോ മച്ച്.